സുഖമായി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ TV ഓഫ് ആക്കൂ. കാരണം എന്റെ ഈ മുഖം കണ്ടാൽ നിങ്ങളുടെ ഉറക്കം പോകും. ഇപ്പോൾ കിട്ടിയ വാർത്ത, പ്രമുഖ കുറ്റവാളികളായ ലാലിനെയും മനോഹറിനെയും വീണ്ടും ജയിലിൽ നിന്നും കാണാതായി. ഇവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ജയിൽ ചേട്ടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ജയിലറും ഇവരും തമ്മിൽ ഓടിത്തൊട്ട് കളിക്കുകയാണെന്നാണ്. ഇവർക്ക് ആ ജയിലറോടൊപ്പം ഓടിത്തൊട്ട് കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്റെ കൂടെ കളിച്ചുകൂടെ? ഞാനിവിടെ താടി മുടി വളർത്തിയ ഒരു കുട്ടിയല്ലേ. കൊച്ചളിയാ, അഥവാ ഇയാള് ബേബി ആണെങ്കിൽ നമ്മളപ്പോ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ലാലും മനോഹരനും വേഷം മാറി ചിലപ്പോ നിങ്ങളുടെ വീട്ടിലും ഒളിച്ചിരിപ്പുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം അനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാർ, ഇവരെയും നമുക്ക് സംശയിക്കേണ്ടതായി വരും. കരുതലോടെ ഇരിക്കുക. എന്താണോ ചെയ്യുന്നേ? സോറി കൊച്ചളിയ, ഞാൻ വിചാരിച്ച നീയല്ല, ആ മനോഹരനെ ലാലു ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായും നീ തന്നെയായിരിക്കും. അപ്പൊ ഈ ലാലും മനോഹരനും ആരാണ്? എന്റെ അമ്മീ, ഇത് ചീറ്റിംഗ് ആണ്. ഇവിടെ കഴുത ഞാനാണ്, എന്നിട്ട് കഴുതയെ പോലെ കാലെടുത്ത് തൊഴിച്ചത് ദൈവനും. എന്റെ നടുവേ. നീ കഴുതകൾ പോലെ മണ്ടത്തരം കാണിച്ചാൽ കഴുതകളെ പോലത്തെ തൊഴിൽ തന്നെയായിരിക്കും നിനക്ക് കിട്ടുന്നത്. നിനക്കെന്താ വട്ടായോ? ഇത് വട്ടല്ല, ഞാൻ കരുതലോടെ ഇരിക്കുന്നതാ. അങ്ങനെ ഇരിക്കുന്നവർക്ക് മാത്രമേ സംശയം ഉണ്ടാവൂ. അപ്പൊ പിന്നെ ബണ്ണിയോ അല്ല നീയോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും? എടാ, സംശയിക്കുന്നതിന് മുമ്പ് നീ എന്റെ സൈസ് കൂടി ഒന്ന് നോക്കടാ. എന്നെ കണ്ടിട്ട് നിനക്ക് ലാലും മനോഹരനും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല കൂട്ടുകാരെ, ഇന്ന് വൈകുന്നേരം നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നേ? ഇവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ സംശയിക്കാൻ പോവുക. മനസ്സിലായില്ല. ഇവൻ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവന്റെ കൂട്ടുകാരല്ല, മറിച്ച് ജയിൽ ചാടിയ കുറ്റവാളികളായ മനോഹരനും ലാലു ആണെന്നാ. സംശയമുണ്ടോ? ഒരു സംശയമില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ ലാലും മനോഹരനും നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഹണി, നിനക്ക് മറ്റൊരു ജോലിയില്ലേ? അതൊക്കെ വീട്. നമ്മളെല്ലാവരും മഹാറാണി നടത്തുന്ന ഗ്രാൻഡ് പാർട്ടിക്ക് പോയേ പറ്റൂ. അതെ, അവരെന്നെയും എന്റെ കൂട്ടുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ നല്ല കൂട്ടുകാരൻ നിങ്ങൾ മാത്രമല്ലേ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്നേ പറ്റൂ. ഞാൻ ഈ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താ ഈ ഗ്രാൻഡ് പാർട്ടി? അതിനർത്ഥം മഹാറാണി അടക്കം പാർട്ടിയിൽ പങ്കെടുക്കുന്നവരൊക്കെ കിളവന്മാരാണോ? എടാ കഴുതേ, ഗ്രാൻഡ് പാർട്ടി രാജാക്കന്മാർ നടത്തുന്ന പാർട്ടിയാണ്. അത് വളരെ പ്രൗഢ ഗംഭീരമായിരിക്കും. ഉന്നതന്മാരൊക്കെ വരും. വലിയ സദ്യ തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല, മഹാറാണി ഈ പാർട്ടിക്ക് വരുമ്പോൾ രാജകുടുംബത്തിലെ ഡയമണ്ട് നെക്ലസും ധരിച്ചുകൊണ്ട് വരും. ഇത് കാണാൻ വേണ്ടി പുറം രാജ്യത്തൊന്നും ആൾക്കാർ വരുന്നുണ്ട്. വാവ്, എനിക്കും അമൂല്യമായ ഡയമണ്ട് നെക്ലസ് കാണണമെന്നുണ്ട്. ഞാനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കേ. ഇത്തവണ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പോലീസ് പിടിയിലാവല്ലോ ലൈല ഭായ്. പോലീസിന്റെ കയ്യിൽ കിട്ടുമെന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പിന്നെ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ നിന്റെ കാര്യം പോക്കാടാ. പിന്നെ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് ലൈല എന്നല്ല, ലാൽ. ലാൽ എന്നാണ്. LAL, ലാൽ. മനസ്സിലായോടാ മരമാക്രി? എന്റെ ഭായ്, നിങ്ങൾ പേരിന്ന് വിട്ടിട്ട് കാര്യമുള്ള കാര്യത്തിലേക്ക് വാ. നമ്മൾ ആ മഹാറാണിയുടെ കയ്യിലുള്ള ഡയമണ്ട് നെക്ലസ് അടിച്ചു മാറ്റാനല്ലേ ഇത്ര പാടുപെട്ട് ജയിലിൽ ഇറങ്ങിയത്. ഈ അവസരം നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. കൈവിട്ട് കളയാ, ഇത് ക്രിക്കറ്റ് ബാളൊന്നുമല്ല. നമ്മൾ ആ ഡയമണ്ട് അടിച്ചു മാറ്റിയിരിക്കും തീർച്ച. പക്ഷേ എന്റെ ലൈല ഭായ്, മഹാറാണിയുടെ ഗ്രാൻഡ് പാർട്ടിയില് സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആയിരിക്കില്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ അകത്ത് കയറും. ഇന്ന് ഞാൻ ആ ഗ്രാൻഡ് പാർട്ടിയിൽ ഇൻസ്പെക്ടർ ശംഭു എന്ന പേരിലായിരിക്കും എത്തുന്നത്. പിന്നെ നീ എന്റെ കോൺസ്റ്റബിൾ 1 2 4. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആഹാ, കൊള്ളാം. നല്ല അടിപൊളിയായിരിക്കും ലൈല ഭായ്. എടാ കോത്താഴത്തുകാര, ലൈലയല്ല ലാൽ. LAL, ലാൽ. ലാൽ സലാമിലെ ലാൽ, സിദ്ദിഖ് ലാലിലെ ലാൽ, എന്തിന് മോഹൻലാലിലെ ലാൽ. ലാൽ എന്നാണ് എന്റെ പേര്. ലാൽ. നോക്കൂ, വരുന്നവരും പോകുന്നവരും നന്നായിട്ട് നോക്കണം, കേട്ടല്ലോ. ഒരു കള്ളനും അകത്തേക്ക് കടക്കാൻ പാടില്ല. നഗരത്തിലെ എല്ലാ കള്ളന്മാരുടെയും കണ്ണ് മഹാറാണിയുടെ അമാലയിലാണ്. ഞാൻ അകത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരി സാർ. സലാമുണ്ട് സാറേ. അയ്യോ, എന്തുട്ടാ സാറേ ഇത്? കോൺസ്റ്റബിളിന് ആരെങ്കിലും സല്യൂട്ട് ചെയ്യോ? സാറേ ഇൻസ്പെക്ടർ അല്ലേ? അതും ശരിയാണല്ലോ. അതെനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഈ വേഷം കെട്ടുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ. അതുകൊണ്ട് പറ്റിപ്പോയതാ.
അത് പിന്നെ കോൺസ്റ്റബിൾ, നിങ്ങളെ എന്തിനാണ് ഇൻസ്പെക്ടർ സല്യൂട്ട് എന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു വലിയ ഓഫീസർ ഇവിടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് സല്യൂട്ട് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചതാണ്. മനസ്സിലായോ? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ക്ഷമിക്കണം സാർ, ആക്ച്വലി നിങ്ങൾ ഏത് സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിലാണ് വരുന്നത്? ഇയാൾക്ക് ഞങ്ങളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എടോ, ഞാൻ ഇൻസ്പെക്ടർ ശംഭു ആണ്. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാ. ഞാൻ ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റബിൾ 124. ഞാനും അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഡ്യൂട്ടി നോക്കുന്നത്. എന്താ പോയി സാറ് പോയി സെക്യൂരിറ്റി ചെക്ക് ചെയ്യേ. ഇൻസ്പെക്ടർ ലൈല എടാ, സാർ. ലൈല അല്ലടാ, ലാൽ. ലാൽ. എന്റെ അമ്മായിയുടെ മോന്റെ പേര് ലാൽ എന്താ. ചെറുപ്പം മുതലേ ഇയാൾ വലിയ ലാൽ ഫാനാ. എന്താ പിന്നെ ഇയാൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഞങ്ങൾ അവിടെ പോയി ശ്രദ്ധിച്ചോളാം. ഓക്കെ, ശരി. മഹാറാണിക്ക് ഞങ്ങളുടെ നമസ്കാരങ്ങൾ. ഇവരാണ് എന്റെ കൂട്ടുകാർ ഹണി, ബണി, പോപ്പറ്റ്, ജോർദാർ. ഗുഡ് ഈവനിംഗ് മഹാറാണി. ഗുഡ് ഈവനിംഗ്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പാർട്ടിക്ക് വന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ മനഃപൂർവ്വം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സദ്യ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഈ ആഡംബരമായ സ്ഥലമും ആഡംബരമായ ഡ്രസ്സും ആഡംബരമായ നെക്ലസും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട മഹാറാണിയുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അഥവാ ഇന്നിവിടെ മഹാരാജാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറയായിരുന്നെന്നറിയോ? മഹാറാണിയുടെ നെക്ലസ് കൊള്ളാം, അത് വളരെ സുന്ദരമാണ്. ദയവ് ചെയ്തത് കഴുത്തിൽ അണിയാതിരിക്കും. അതേതെങ്കിലും കള്ളന്റെ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ ആ നെക്ലസിന്റെ കാര്യം ആലോചിച്ച് മഹാറാണി നെർവസ് ആയി പോകും. കൊള്ളാലോ, ഇവൻ നല്ല തമാശക്കാരനാ. നിങ്ങളെ ഈ കൊട്ടാരത്തിലെ തമാശക്കാരനായി ജോലിക്കെടുക്കണം. നീ ഇത്ര ആഡംബരമായിട്ട് കോമഡി പറയുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നേ ഇല്ല. എന്റെ ഹണി, നീ സൂക്ഷിച്ച് കണ്ടൊക്കെ കോമഡി പറയണേ, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ട്രാജഡി ആവും. പോപ്പട്ടെ, നീ ഉദ്ദേശിച്ചത് പണ്ടത്തെ വാഗൻ ട്രാജഡിയുടെ കാര്യമാണ്. അയ്യോ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലില്ല. മഹാറാണി നടത്തുന്ന ഈ പാർട്ടി വളരെയധികം ആഡംബരമാണെന്ന് പറയുമായിരുന്നു. ഇവിടെ എല്ലാം അത്യാഡംബരമാണ്. സംശയമുണ്ടോ? വളരെ നന്ദി. അല്ല, നിങ്ങൾ അത് പിന്നെ ഞാൻ പോലീസ് കോൺസ്റ്റബിൾ 124 ആണ്. ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഞങ്ങൾ ഇവിടെ മാഡത്തിന്റെ ഡയമണ്ട് നെക്ലസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നതാ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ മാഡത്തിന്റെ കഴുത്തിലേക്ക് ഒരുത്തം പോലും ധൈര്യത്തോടെ നോക്കില്ല. ചിലപ്പോൾ അവർക്ക് കഴുത്തിന്റെ മുകളിലേക്ക് നോക്കാൻ സാധിക്കും, കാരണം ആ ഭാഗം നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ല. അത് ശരി. നിങ്ങൾ ഏത് സ്റ്റേഷനാ? അത് പിന്നെ ഞാൻ ഇത്രയും നേരം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയതാ. സത്യാണോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് പിന്നെ ഒന്നുമില്ല മഹാറാണി, അദ്ദേഹം റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അയ്യോ, ആഡംബരമായ ആ പൂത്തട്ടി ആരാണ് താഴെ തള്ളിയിട്ടത്? ആഡംബരമായ ആ കേക്കും നശിച്ചു പോയി. എന്റെ ആഡംബരമായ ലൈറ്റും തകർന്നു പോയി. അയ്യോ,
അയ്യോ മഹാറാണി ബോധം കെട്ട് വീണു. വേഗം വെള്ളം കൊണ്ടുവാ. വേണ്ട. ആരോ എന്റെ ഡയമണ്ട് നെക്ലസ് മോഷ്ടിച്ചോ? ഇൻസ്പെക്ടർ പാണ്ഡ, എന്റെ ഡയമണ്ട് നെക്ലസ് മോഷണം പോയിരിക്കുന്നു. ആ കള്ളൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. വേഗം എല്ലാവരെയും പരിശോധിക്ക്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. എല്ലാവരും ഇവിടെ ലൈനായിട്ട് നിൽക്കൂ. കോൺസ്റ്റബിൾ എല്ലാവരും പരിശോധിക്കൂ. ഇൻസ്പെക്ടർ സാർ, ദാ ഇത് കണ്ടോ? ആ ഡയമണ്ട് നെക്ലേസ് ഹണിയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഹണി, നീ ഇത്രയും വലിയൊരു ചെറ്റത്തരം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല. ഹണി അങ്ങനെ മോഷ്ടിക്കില്ല. പക്ഷേ മണി അത് കണ്ടെടുത്തത് ഹണിയുടെ കയ്യിൽ നിന്നാണല്ലോ. ഇൻസ്പെക്ടർ പാണ്ഡ, നെക്ലസ് മോഷ്ടിച്ച കള്ളന് തീർച്ചയായും ശിക്ഷ കൊടുത്തേ പറ്റൂ. പക്ഷെ മഹാറാണി, അത് പിന്നെ ഞാൻ ഇവനെ വേഗം ഇവിടുന്ന് കൊണ്ടുചെല്ല്. കണ്ടില്ലേ മനോഹര എന്റെ കളി? ശത്രുവിനെ വീഴ്ത്താൻ ഇതിനും നല്ല വഴി വേറെ കിട്ടോ. ഇനി അവൻ ജയിലിൽ പോകും, നമ്മളിങ്ങനെ ഫ്രീ ആയി ചുറ്റിക്കറങ്ങി നടക്കും. അപ്പോ ഇതൊക്കെ ചേട്ടന്റെ പരിപാടിയായിരുന്നല്ലേ? ഇരുട്ടിനെ മറയാക്കി ഞാൻ തന്നെയാണ് മഹാറാണിയുടെ കഴുത്തിൽ നിന്നും ആ നെക്ലസ് ഊരി അടിയുടെ പോക്കറ്റിൽ കൊണ്ടിട്ടത്. എങ്ങനെയുണ്ട്? ശരി, ഈ കാര്യം നിങ്ങൾ പോലീസിനോട് പറയുമോ സർ? അല്ലെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾ പോലീസിനെ കാണിക്കട്ടെ? അതെ, ആരാ നിങ്ങളൊക്കെ? ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ഇത് ക്യാമറാമാൻ പിങ്കി. എന്റെ മനോഹര, ഒരു കാര്യം പറയുമ്പോ ചുറ്റും ഒരു ശ്രദ്ധ വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒന്ന് ശ്രദ്ധിച്ചുകൂടെ നിനക്ക്? ഇതാ ലാലും മനോഹരമല്ലേ? അവരെ പിടിക്ക്. അവിടെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ, എന്റെ വലിയ അളി ഒരിക്കലും മോഷ്ടിക്കില്ല. ഐ എം സോറി ഹണി. കൂട്ടുകെട്ടിൽ നോ താങ്ക് യു, നോ സോറി.